this video, we are going to discuss about arguments of a function. In functions, arguments or parameters are used for getting data for processing. What is a function? Function is a set of statements used to perform a task. There are two types of function, built-in function and user-defined function. So user-defined functions are the functions defined by the users or programmers. So in the previous video, we discussed more about what is user-defined function and how can we define a function. So here we want to discuss more about arguments of a function. So arguments or parameters are the means to pass values from the calling function to the called function. So കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മീൻസ് ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് എന്താണ്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണ് ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിനകത്താണ്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനെയാണ് കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോൾ ആ ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻ ചെയ്യുക, ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓൾവേസ് ബി റിട്ടേൺ either above the main function or below the main function. But the function must be called from the main function. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലോ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ ശേഷമോ ആവാം. പക്ഷേ ഫംഗ്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്തു നിന്നാണ്. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അതിൻ്റെ നെയിം വെച്ചിട്ടാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോളിംഗ് ഫംഗ്ഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനെയാണ് നമ്മൾ കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം എക്സിക്യൂഷൻ എവിടേക്ക് പോകും, ആ ഫംഗ്ഷൻ്റെ അകത്തേക്ക് പോകും. പിന്നെ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാണ്. തിരിച്ച് എങ്ങോട്ട് തന്നെ വരുന്നു, ഫംഗ്ഷൻ കോളിലേക്ക് തന്നെ വരും, അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനിലേക്ക് തന്നെ വരും. അപ്പോൾ കോൾഡ് ഫംഗ്ഷനും കോളിംഗ് ഫംഗ്ഷനും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ പാസ് ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് വഴിയാണ്. Okay, അപ്പോൾ arguments or parameters are the means to pass values from the calling function to the called function. Calling functionൻ്റെയും കോൾഡ് ഫംഗ്ഷൻ്റെയും ഇടയിൽ ഡാറ്റ പാസ് ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് വഴിയാണ്. സോ ഈ ആർഗ്യുമെൻറ്റ്സും പാരാമീറ്റേഴ്സും ഫംഗ്ഷൻ നിർബന്ധമില്ല. പക്ഷെ കൊടുക്കുകയാണെങ്കിൽ ഡാറ്റ തമ്മിൽ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിലൂടെയാണ്. അപ്പോൾ കോളിംഗ് ഫംഗ്ഷനെ പറയുന്നത് ഫംഗ്ഷൻ കോൾ എന്നും കോൾഡ് ഫംഗ്ഷനെ പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷൻ കോൾ എന്താണെന്നും ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. There are two types of arguments, actual argument and formal argument. ആർഗ്യുമെൻറ്റ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്നും ഫോർമൽ ആർഗ്യുമെൻ്റ് എന്നും. ആക്ച്വൽ ആർഗ്യുമെൻ്റ് ഈസ് ആൾസോ നോൺ ആസ് ഒറിജിനൽ ആർഗ്യുമെൻറ്റ്. Formal argument. The variables used in the function definition as arguments are known as formal argument. നമ്മൾ പറഞ്ഞു കോളിംഗ് ഫംഗ്ഷനും കോൾഡ് ഫംഗ്ഷൻ്റെ ഇടയിൽ ഡാറ്റ പാസ് ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ്സ് വഴിയാണ്. അപ്പോൾ കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ എന്നും കോൾഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണെന്നും. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷൻ കോൾ ആർ നോൺ ആസ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഫംഗ്ഷൻ കോളിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, ഫോർമൽ ആർഗ്യുമെൻറ്റ് ആൻഡ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെ ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്നും ഫംഗ്ഷൻ കോളിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. Consider this program. This is the program to find the sum of two numbers using function. So hash include IOStream using namespace std. നമുക്കറിയാം ഇത് CPP പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത, ദിസ് ഈസ് എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്തിനാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്? സോ ഇൻഡിക്കേറ്റ് ദാറ്റ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേരാണ് സം.
ആ ഫംഗ്ഷൻ്റെ അകത്ത് 2 ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ അത് ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യില്ലേ, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ആ വേരിയബിളിൻ്റെ അകത്ത് എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, ഏതരം ഡാറ്റയാണ്, ഇൻറ്റീജർ ആണോ ഫ്ലോട്ട് ആണോ എന്ന് ഓൾറെഡി കമ്പൈലറിന് കൊടുക്കുന്ന ഇൻഫോർമേഷനാണ്. അതുപോലെ തന്നെ ഇത് കമ്പൈലറിന് കൊടുക്കുന്ന ഇൻഫോർമേഷനാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. സം ഇസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ആ ഫംഗ്ഷൻ്റെ പേരാണ് സം. ഇതിനകത്ത് 2 ആർഗ്യുമെൻ്റ് ഉണ്ട്, ആ 2 ആർഗ്യുമെൻറ്റ്സിൻ്റെയും ടൈപ്പ് ഇൻറ്റീജറാണ്. അതേപോലെ ഈ ഫംഗ്ഷൻ ഡാറ്റ റിട്ടേൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റീജറാണ് എന്ന് കമ്പൈലറിന് കൊടുക്കുന്ന ഇൻഫോർമേഷനാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് 2 ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ 2 ആർഗ്യുമെൻറ്റിന് ടൈപ്പ് ഓൾറെഡി എന്താണെന്നാണ് പറയുന്നത്, ഇൻറ്റീജറാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫംഗ്ഷൻ നമ്മളെപ്പോഴും C++ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൻ്റെ അകത്താണ്. സോ മെയിൻ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇൻറ്റ് x, y 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. സി ഔട്ട് എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും എൻ്റർ 2 നമ്പേഴ്സ്. സോ നമ്മൾ ഇൻപുട്ട് ചെയ്തു, മോണിറ്റർ കീബോർഡിലൂടെ ആദ്യത്തെ വാല്യൂ എക്സിലേക്കും സ്റ്റോർ ചെയ്തു, രണ്ടാമത്തെ വാല്യൂ വൈയിലേക്കും സ്റ്റോർ ചെയ്തു. ലെറ്റ് ഞാൻ എക്സിന് കൊടുക്കുന്ന വാല്യൂ 10 എന്നും വൈൻ്റെ കൊടുക്കുന്ന വാല്യൂ 20 ആണെന്നും അസ്യൂം ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10, വൈൻ്റെ വാല്യൂ 20. സി ഔട്ട് സം ഓഫ് ദീസ് 2 എന്ന് പറഞ്ഞാൽ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത ഉണ്ട്. ഇതെന്താണ്, ഇതാണ് ഫംഗ്ഷൻ കോൾ. സം ഇസ് ദ ഫംഗ്ഷൻ നെയിം. ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇൻപുട്ട് ചെയ്ത 2 വാല്യൂ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യണം. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് ഫംഗ്ഷൻ കോൾ ഓർ കോളിംഗ് ഫംഗ്ഷൻ. നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇപ്പം നമ്മളെ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ പേര് പറഞ്ഞല്ലേ വിളിക്കുന്നത്, അതേപോലെ നമ്മൾ ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേരെന്താണ്, സമ്മാണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ 2 വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, 2 ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്. ആ ഡാറ്റ എന്താണ് ഇവിടെ, എക്സും വൈയും. അപ്പോൾ ദിസ് ഇസ് എ ഫംഗ്ഷൻ കോൾ. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എവിടെയാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് അവിടേക്കാണ് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ മെയിനിന് ശേഷമാണ് ഇവിടെ ഫംഗ്ഷൻ റൈറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ, സം. കണ്ടോ, അത് മെയിൻ കഴിഞ്ഞിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ സമ്മിൻ്റെ അകത്തും ഇതേപോലെ നമ്മളിവിടെ 2 ഡാറ്റ പാസ് ചെയ്തു. ആ 2 ഡാറ്റയെ ഇവിടെ ക്യാച്ച് ചെയ്യാൻ 2 വേരിയബിൾ വേണം, അതിന് അക്സെപ്റ്റ് ചെയ്യാൻ 2 വേരിയബിൾ ഇവിടെയും വേണം. അപ്പോൾ എക്സും വൈയും ഇവിടെ ഇൻറ്റീജർ ആയതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന വേരിയബിളും എന്ത് തന്നെ ആവണം, ഇൻറ്റീജർ ആവണം. അപ്പോൾ നമ്മളിവിടെ പുതിയ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് എ, ഇൻറ്റ് ബി. അപ്പോൾ എന്താ നടക്കുന്നത്, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ കൺട്രോൾ പോകുന്നതിന് കൂടെ തന്നെ എക്സും വൈയുടെയും വാല്യൂ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, എയിലേക്കും ബിയിലേക്കും. എക്സിൻ്റെ വാല്യൂ എയിലേക്കും ട്രാൻസ്ഫർ ചെയ്യും, വൈയുടെ വാല്യൂ ബിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഞാൻ അസ്യൂം ചെയ്തിരുന്നു 10 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 10 ആയി, ബിയുടെ വാല്യൂ എന്തായി, വൈയുടെ വാല്യൂ 20 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ബിയുടെ വാല്യൂ 20 ആയി. എന്നിട്ട് പ്രോഗ്രാം നേരെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തായി ഇതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്താണ്, ഇൻറ്റു സി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സി ഈക്വൽ ടു എ പ്ലസ് ബി. എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 20. അപ്പോൾ 10 + 20 30. സിയുടെ വാല്യൂ എന്താണ്, 30. റിട്ടേൺ സി. ഇവിടെ റിട്ടേൺ ഉദ്ദേശിക്കുന്നത് എവിടെ നിന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്ത് അവിടേക്ക് തന്നെ തിരിച്ചു പോകാനാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ തിരിച്ചു പോകുമ്പോൾ ഡാറ്റയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ആ കൊണ്ടുപോകുന്ന ഡാറ്റയുടെ ടൈപ്പാണ് ഈ ഒരു ഇൻറ്റീജർ, റിട്ടേൺ ടൈപ്പ് അല്ലേ. അപ്പോൾ 30 എന്ന വാല്യൂ എവിടേക്കാണ് റിട്ടേൺ ചെയ്തത്, ഈ ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്ത് അങ്ങോട്ട് തന്നെ. അപ്പോൾ ഈ വാല്യൂ ഇവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യും 30. ഓക്കെ, സോ റിട്ടേൺ 0 മീൻസ് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ നടക്കുന്ന 3 കാര്യങ്ങളാണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ കോൾ, ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എപ്പോഴും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് മെയിനിന് മുകളിലാവാം ചുവട്ടിലാവാം. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മൾ ഫംഗ്ഷൻ മെയിൻ കഴിഞ്ഞിട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ 3 തരത്തിൽ there are 4 types of function definition അല്ലേ. നോ റിട്ടേൺ ടൈപ്പ്, നോ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ 4 തരത്തിൽ ഡിഫൈൻ ചെയ്യുന്ന കേസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്താണ്, ആർഗ്യുമെൻറ്റ്സും ഉണ്ട് റിട്ടേൺ ടൈപ്പും ഉണ്ട് അല്ലേ, വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് വിത്ത് റിട്ടേൺ ടൈപ്പ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റ പാസ് ചെയ്തു അല്ലേ, ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ എക്സും വൈയോടെ നമ്മൾ പാസ് ചെയ്ത ഡാറ്റ, ഈ ആർഗ്യുമെൻറ്റ്സിന് പറയുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്. കാരണം നമ്മൾ ഇവിടെ തന്നെ ഡാറ്റ പാസ് ചെയ്തത്, ദിസ് ഇസ് ദ ഒറിജിനൽ വാല്യൂ. ഇവിടെ എത്തിയപ്പോഴേക്കും അതിൻ്റെ ഡാറ്റ വേറെ വേരിയബിളിലേക്ക് പാസ് ചെയ്യുകയും ചെയ്തത് അല്ലേ. അപ്പോൾ ദിസ് ആർഗ്യുമെൻറ്റ് ഈസ് നോൺ ആസ്, അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത ആർഗ്യുമെൻറ്റ്സിന് പറയുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്. ഇനി നമ്മളിവിടെ പറഞ്ഞിരുന്നു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് യൂസ് ചെയ്ത ആർഗ്യുമെൻറ്റ്സിന് പറയുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്
അപ്പോൾ മനസ്സിലായോ എന്താണ് ആർഗ്യുമെൻറ്റ്? ആർഗ്യുമെൻറ്റ് ഈസ് ദ മീൻസ് ഓഫ് പാസിംഗ് വാല്യൂസ് ബിറ്റ്വീൻ ഫംഗ്ഷൻ കോൾ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ കോളിൻ്റെയും ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെയും ഇടയിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേ ആണ് ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ പാരാമീറ്റർ. രണ്ട് തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും ഫോർമൽ ആർഗ്യുമെൻറ്റ്സും. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് യൂസ് ചെയ്ത ആർഗ്യുമെൻറ്റ്സ് ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. എന്താ നമ്മൾ പറയുന്നത്? ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ആർ ദ മീൻസ് ടു പാസ് വാല്യൂസ് ഫ്രം ദ കോളിംഗ് ഫംഗ്ഷൻ ടു ദ കോൾഡ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫംഗ്ഷൻ കോൾ. കോൾഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഫംഗ്ഷൻ കോളിൻ്റെയും ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെയും ഇടയിൽ ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേ ആണ്, അല്ലെങ്കിൽ ഒരു പാസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോളിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിനെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്നും ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് യൂസ് ചെയ്ത ആർഗ്യുമെൻറ്റ്സിനെ ഫോർമൽ ആർഗ്യുമെൻറ്റും എന്നാണ് പറയുന്നത്. ഫങ്ഷൻസ് വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഇനി നമുക്ക് വേറൊരു ടൈപ്പും കൂടെ ആർഗ്യുമെൻ്റ് ഉണ്ട്, ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ആ ആർഗ്യുമെൻറ്റ്സിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന് അല്ലേ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻ്റ് എന്നല്ലേ പറയുക. ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. നോക്കൂ, ഫങ്ഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് അസൈൻഡ് വിത്ത് ഇനീഷ്യൽ വാല്യൂസ്. ദ ഇനീഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. സോ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് വരുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ അതിനെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ആർഗ്യുമെൻറ്റ്സിനെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി ക്യാൻ കോൾ ദ ഫംഗ്ഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഗിവിങ് വാല്യൂസ് ടു ദ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റിന് വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ വാല്യൂ പാസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അത് ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയ വാല്യൂ അസൈൻ ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത്, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് തന്നെ കൊടുക്കുന്ന ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. സോ കൺസിഡർ ദിസ് എക്സാമ്പിൾ. സോ ഇവിടെ ഒരു ഫംഗ്ഷൻ സം ഡിഫൈൻ ചെയ്തു. സോ ഇവിടെ മെയിൻ്റെ മുകളിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് സം. സോ ഫോർ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജറാണ്. ഇവിടെ 4 ആർഗ്യുമെൻറ്റ്സ് കണ്ടോ അല്ലേ? ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ കോമ ഇൻറ്റ് സെഡ് ഈക്വൽ ടു 0 ഇൻറ്റ് ഡബ്ല്യു ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 4 ഫോർമൽ ആർഗ്യുമെൻ്റ് ഉണ്ട്. അതിൽ എക്സിനും വൈനും വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ടില്ല, പക്ഷേ സെഡിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തു 0, ഡബ്ല്യൂയുടെ വാല്യൂ 0. അപ്പോൾ സെഡും ഡബ്ല്യൂയും എന്ത് തരം ആർഗ്യുമെൻ്റ് ആണ്? ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയബിൾസിൽ ഡാറ്റ ഇനീഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സിൽ ഡാറ്റ ഇനീഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സിനെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ആർഗ്യുമെൻ്റാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. സെഡിന് 0യും കൊടുത്തു, ഡബ്ല്യു ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? റിട്ടേൺ, ഒരു ജോലിയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂ ചെയ്ത് ഈ ഒരു എക്സ്പ്രഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുക എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് ഡബ്ല്യു അല്ലേ? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് കാര്യമില്ല. ഫംഗ്ഷൻ എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുക? ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. ഫംഗ്ഷൻ എവിടെ നിന്നാണ് കോൾ ചെയ്യുക? മെയിനിൻ്റെ അകത്ത് നിന്നാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുക അല്ലേ? അപ്പോൾ പ്രോഗ്രാം എപ്പോഴും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിനിൻ്റെ അകത്ത് നിന്നാണ്. സി ഔട്ട് സം ഫംഗ്ഷൻ കോൾ ചെയ്തു കേട്ടോ. ഫസ്റ്റ് സ്റ്റേജ് ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ കോളാണ്. സം അപ്പോൾ 10,15. അപ്പോൾ എന്താ നടക്കുന്നത്? ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ 2 വാല്യൂ ഇവിടെ പാസ് ചെയ്യുന്നുള്ളൂ. ഈ 10 എന്നുള്ള വാല്യൂ ആരിലേക്ക് പാസ് ചെയ്തു? അപ്പോൾ ഇത് ഫംഗ്ഷൻ കോളാണ്. ഈ ആർഗ്യുമെൻറ്റിനെ പറയുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഈ ആർഗ്യുമെൻറ്റ്സിൻ്റെ പറയുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ, അപ്പോൾ 2 വാല്യൂ പാസ് ചെയ്യുമ്പോൾ നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട്, അപ്പോൾ 10 എന്നുള്ള വാല്യൂ ആരിലേക്ക് പാസ് ചെയ്തു? എക്സിലേക്ക് പാസ് ചെയ്തു. 15 എന്നുള്ള വാല്യൂ ആരിലേക്ക് പാസ് ചെയ്തു? വൈയിലേക്ക് പാസ് ചെയ്തു. ബാക്കി 2 വാല്യൂ ഓൾറെഡി ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ദ ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് ആണല്ലോ അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാവുക? എക്സിൻ്റെ വാല്യൂ 10 പ്ലസ് 15 പ്ലസ് 0 പ്ലസ് 0, കാരണം സെഡും ഡബ്ല്യൂയും 0 ആണ്. വാട്ട് ഈസ് ദ ആൻസർ? സോ ആൻസർ ഇസ് 25. കണ്ടോ? ഔട്ട്പുട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് എന്താ വരിക? 25. സോ ഇവിടെ എൻഡിൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ ഈക്വൽ ടു സ്ലാഷൻ അല്ലെങ്കിൽ എൻഡിൽ എന്ന് പറഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് ഔട്ട്പുട്ട് പോകാനാണ് എൻഡിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് സം
ഇതേ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 3 ആർഗ്യുമെൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ 10 എന്നുള്ള വാല്യൂ ആരിലേക്ക് പാസ് ചെയ്തു? എക്സിലേക്ക് പാസ് ചെയ്തു. 50 എന്നുള്ളത് വൈയിലേക്ക് പാസ് ചെയ്തു. 25 എവിടേക്ക് പാസ് ചെയ്തു? സെഡിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് കൊടുത്താലും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം ബൈ പാസിങ് ദ വാല്യൂ ത്രൂ ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇവിടെ 10 പ്ലസ് 15 പ്ലസ് 25 പ്ലസ് 0. W ഓൾറെഡി 0 നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഇസ് ദ ആൻസർ? സോ ആൻസർ ഇസ് 50. സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. നമ്മൾ 4 ആർഗ്യുമെൻറ്റും കൊടുത്തു. അപ്പോൾ 10 ആരിലേക്ക് പാസ് ചെയ്തു? എക്സിലേക്ക് പാസ് ചെയ്തു. 50 എന്നുള്ളത് വൈയിലേക്ക് പാസ് ചെയ്തു. 25 എന്നുള്ളത് സെഡിലേക്ക് പാസ് ചെയ്തു. 30 എന്നുള്ളത് ആരിലേക്ക് പാസ് ചെയ്തു? W. ഓട്ടോമാറ്റിക്കലി സോ ദ റിസൾട്ട് ഇസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് W അല്ലേ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് ദ ആൻസർ 80. അപ്പോൾ ഇവിടെ ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെൻറ്റ്സിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിലും ആ ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം റൺ ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ.